Good morning. കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? വായിച്ചു നോക്കിയോ? ഇത് വലിയ ചാപ്റ്റർ ആണ്, അപ്പൊ അതുകൊണ്ട് ഡെയിലി തന്നെ നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ അതൊരു സെക്ഷനിൽ നമ്മൾ നോക്കിയത്. ഒരു 4 പോയിന്റ്സ് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? അതൊന്ന് ഷെയർ ചെയ്തത് പേജ് ഒന്ന് എടുക്കട്ടോ. Job description of purchasing manager. ഇതിന്റെ job 6th point എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാ പർച്ചേസും ആ പർച്ചേസ് പോളിസി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ പോയിന്റ് എന്താ? ചൂസിംഗ് ദ സപ്ലയേഴ്സ്. സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യുക. കമ്പനി കമ്പനി ഡീൽ ചെയ്യുന്ന സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യുക. അടുത്തതാണ് മൂന്നാമത്തെ പോയിന്റില് SLA, സർവീസ് ലെവൽ എഗ്രിമെന്റ്സ്, അത് കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക, അവരെ കൈകാര്യം ചെയ്യുക, അവരുടെ മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, കൊളാബറേഷൻ വിത്ത് other departments, especially the accounting, manufacturing and stock department. Collaborate ചെയ്യുക, സഹകരിക്കുക. Collaboration, സഹകരിക്കുക. other department, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കുക. എസ്പെഷ്യലി പ്രത്യേകിച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്? അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്. പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? സഹകരിക്കുക, കൊളാബറേറ്റ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്താ? ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ. നമുക്ക് ലഭ്യം പേജ് നമ്പർ നിങ്ങളുടെ എത്രയാ ടെക്സ്റ്റില്? ഞാനിവിടെ 113 ആണ്, 113 ആണ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനില്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ട്. 97 പേജ് നമ്പർ 97 മെറ്റീരിയൽ മാനേജ്മെന്റ് മൊഡ്യൂള് 3 10ാമത്തെ ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, പേജ് നമ്പർ 97. ഓക്കെ, budgeting, costing and cost saving after analyzing the management information available. നമുക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ലഭ്യമായിട്ടുള്ള ആ ഇൻഫർമേഷൻസ് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബഡ്ജറ്റിംഗ് ചെയ്യുക, അതുപോലെ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ഇതെല്ലാരും ചെയ്യുക. ഇങ്ങനെ ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് സിസ്റ്റം ഇൻഫർമേഷൻ അവൈലബിൾ, നമുക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അനലൈസ് ചെയ്തുകൊണ്ട്, വിശകലനം ചെയ്തുകൊണ്ട് ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് എന്നിവ ചെയ്യുക. അടുത്ത പോയിന്റ് എന്താ? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത്, സേഫ്റ്റി, ആരോഗ്യം, അതുപോലെ തന്നെ സുരക്ഷയും. ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. ക്വാളിറ്റി, നിലവാരം, അതുപോലെ മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങള്, ആവശ്യങ്ങള്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. Overseeing any large procurement that may happen. ഇനി overseeing എന്ന് പറഞ്ഞാൽ എന്താ? മേൽനോട്ടം വഹിക്കുക. Any large procurement, വലിയ സംഭരണത്തിന്റെ മേൽനോട്ടം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് വലിയ സംഭരണം വലിയ തോതിലുള്ള സംഭരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുക. അടുത്തതാണ് ലിയേസൺ. ലിയേസൺ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം, റിലേഷൻ. Communication or cooperation with makes easy for a close working relationship between the people. ആളുകൾ തമ്മിൽ നല്ലൊരു എളുപ്പത്തിലുള്ള
അല്ലെങ്കിൽ സുഗമമായ വർക്കിംഗ് റിലേഷൻഷിപ്പിന് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ വേണം. അല്ലെ? പരസ്പരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ പരസ്പരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ മറ്റുള്ള എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഓർ കോപ്പറേഷൻ, കോപ്പറേഷൻ which make easy for a close working relationship between the people. അവർക്ക് തമ്മിൽ നല്ലൊരു സുഗമമായിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പിന് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ആണ് ലിയേഷൻ എന്ന് പറഞ്ഞ റിലേഷൻ. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ആർക്കിടെ? പർച്ചേസിംഗ് മാനേജറിന്റെ. ജസ്റ്റ് നിങ്ങൾ 1-2 പ്രാവശ്യം പോയിന്റ്സ് മാത്രം വായിച്ചു വെക്കാം. ഇത് നമ്മൾ എടുക്കുന്നത് എന്താ? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിക്കുക, കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്, എസ്പെഷ്യലി ഏതൊക്കെ പറഞ്ഞേക്കുന്നത്? അക്കൗണ്ടിംഗ്, മാനുഫാക്ചറിംഗ്, സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുമായിട്ട് സഹകരിക്കുക. പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അനലൈസ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് ഇവ നടത്തുക. അടുത്തതാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ ഡ്യൂസ്, നിയമപരമായിട്ടുള്ള മറ്റ് ആവശ്യങ്ങള്. പിന്നെ അടുത്തതാണ് എന്താ? ഓവർസീയിങ്, മേൽനോട്ടം വഹിക്കുക. എന്തിന്റെ? ഇനി ലാർജ് പ്രൊക്യൂർമെന്റ്, വലിയ തോതിലുള്ള സംഭരണം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റില് വലിയ തോതിലുള്ള സംഭരണങ്ങള്, അതിന്റെ മേൽനോട്ടം വഹിക്കുക. പിന്നെ അടുത്താണ് ലിയേഷൻ, റിലേഷൻ. ഓക്കെ, എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ഇതിനു വേണ്ടിയാ നമ്മളുടെ ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. ഇതും ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ്, കുറച്ച് പോയിന്റ്സ് തന്നെയാണ്, വായിച്ചൊന്ന് വെച്ചേക്കാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ്, അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താന്ന് നോക്കിയേ. പർച്ചേസിംഗ് ക്ലർക്ക് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്. എല്ലാ ദിവസവും പർച്ചേസിംഗ് ക്ലർക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ദിവസത്തെ ജോലികളും ചെയ്യുക. അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്, ദൈനംദിന ജോലികൾ, ഡേ ടു ഡേ വർക്ക് ഏറ്റെടുക്കുന്നു, ദൈനംദിന ജോലികൾ ഏറ്റെടുക്കുന്നു. അതിനകത്ത് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ് പർച്ചേസ് ഓർഡർ and the purchase requisition so as to order the material, goods and supplies. എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക, മെർജ് ചെയ്യുക, അതിലേക്ക് ലയിപ്പിക്കുക. എന്ത്? പർച്ചേസ് ഓർഡർ ആൻഡ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് ഓർഡർ, പർച്ചേസ് റിക്വസിഷൻ, ഇത് കളക്ട് ചെയ്യുക, അത് മെർജ് ചെയ്യുക. So as to order the material, goods and supplies. അങ്ങനെ മെറ്റീരിയൽസ്, അതുപോലെ ഗുഡ്സ്, സപ്ലൈസ്, ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർഡർ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ എന്താണ്? ഡെലിവർ ദം ടു ദ സപ്ലൈസ്. ആ ഓർഡറുകൾ എന്ത് ചെയ്യണം? നമ്മുടെ സപ്ലൈസിന് അത് ഡെലിവർ ചെയ്യണം. ഡെലിവർ ദം ടു ദ സപ്ലൈസ്. സപ്ലൈസിന് ആ ഓർഡറുകൾ ഡെലിവർ ചെയ്യണം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താ? റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം സ്റ്റോക്ക് റിഫ്രഷ് ചെയ്യുക. അതുപോലെ ആൻഡ് ഓർഡർ, ഓർഡർ, സ്റ്റോക്ക്, ഇതൊക്കെ ആവശ്യാനുസരണം റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം സ്റ്റോക്ക്, ഓർഡർ, ഇത് എന്നിവ റിഫ്രഷ് ചെയ്യുക. അടുത്ത നോക്കിയേ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. സപ്ലയർ എന്നാണ് കേട്ടോ. ടെക്സ്റ്റ് ഒന്ന് കറക്റ്റ് അല്ലേ നോക്കി കേട്ടോ. SUPPLIER, സപ്ലയർ. സപ്ലയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്ങനെ? ഓൺ എ ഡെയിലി ബേസിസ്. ഡെയിലി ബേസില് ദിവസേന സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? പോയിന്റ്സിലെ സപ്ലയർ തന്നെയാണോ ടെക്സ്റ്റിൽ കിടക്കണ? നിങ്ങൾ എല്ലാ ദിവസവും ദിവസേന സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്ത് നോക്കിയേ, സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗൻസ്റ്റ് ദ ഓർഡേഴ്സ്. സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മമായി പരിശോധിക്കുക.
സ്ക്രൂട്ടിനൈസ് ഡെലിവറി. ഡെലിവറികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. എന്തിനെതിരെയുള്ള ഡെലിവറി? എഗ്നസ്റ്റ് ദ ഓർഡേഴ്സ്. നമ്മൾ കൊടുത്ത ആ ഓർഡറിന് എതിരെയായിട്ടുള്ള ഡെലിവറികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതലൊക്കെ ഡെലിവറി ചെയ്തേട്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗൈൻസ്റ്റ് ദ ഓർഡർ. ഓർഡറുകൾക്ക് എതിരായിട്ടുള്ള ഡെലിവറികൾ സ്ക്രൂട്ടിനൈസ് ചെയ്യുക, സൂക്ഷ്മമായി പരിശോധിക്കുക. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. സ്റ്റാറ്റസ്, ഓർഡറിന്റെ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക. ഓർഡർ എന്നാണ് കേട്ടോ, ഓർഡറിന്റെ ആ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക, കണ്ടെത്തുക. എവിടെയാണ്, എന്താണെന്നുള്ളത് ട്രേസ് ചെയ്യുക. അടുത്ത നോക്കിയേ, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, സപ്ലൈ ചെയ്യാത്ത ഓർഡറുകള്, നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓർഡറിന്റെ കീഴിലുള്ള ഓർഡറുകള്, ഓവർ ഓർഡേഴ്സ്, കൂടുതലായിട്ടുള്ള ഓർഡറുകള്, ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്, ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങള്. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ഇത് പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ചെയ്യേണ്ടതാണ്, അവർക്കുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സ് ആർ സെൻഡ് ടു അക്കൗണ്ട്സ് ഫോർ പേയ്മെന്റ്. മേക്ക് ഷുവർ ദാറ്റ്, ഇനി അവരെന്ത് ഉറപ്പുവരുത്തണം? എനി ഇൻവോയ്സ്, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല് തന്നെയാണ്. ബില്ലിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ഉണ്ടാവും. Any invoices are sent to accounts, അക്കൗണ്ട്സിലേക്ക് അയച്ചിട്ടുണ്ട്. ഫോർ പേയ്മെന്റ്, പേയ്മെന്റ് ചെയ്യാനായിട്ട് ഇൻവോയ്സുകൾ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തതാണ് ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുകയും ചെയ്യുക. ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ട്സും സൃഷ്ടിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ നോക്കിയ പോയിന്റ്സുകള്? ഇത് വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി, ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് നോക്കിയേ. എല്ലാരും വായിച്ചോ? ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ ആരോ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്കിതിപ്പോ ഹോസ്പിറ്റലിലെ സെക്ഷനിലേക്ക് നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാം. പിന്നെ അവര് പറയുന്ന 6th പോയിന്റ്, അവര് പറയുന്ന ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഹൈസ്കൂൾ ഡിപ്ലോമ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഇതിനകത്തേക്കും നമുക്ക് ജോലി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിനകത്ത് നമ്മുടെ ബിസിനസ്, ഫിനാൻസ്, അങ്ങനെയൊക്കെയുള്ള ബികോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലെവലിലായിരിക്കും
നമ്മൾ അവരുടെ ഇത് പറയുന്നത്. പിന്നെ ഏറ്റവും മോസ്റ്റ് ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെയാണ്. പിന്നെ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മളവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. പർച്ചേസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഗ്രികള് കാര്യങ്ങള്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഒരു ഫീൽഡിലേക്ക് തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മളത് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ആറാമത്തെ പോയിന്റ് എന്താണ്? ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. നമ്മൾ പറഞ്ഞില്ലായിരുന്നു അത് സ്റ്റാറ്റസ്, അതായത് ആ ഓർഡറിന്റെ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക. സ്റ്റാറ്റസ് ആ ഒരു നിലയിൽ ഇതാണ്, ആ ഓർഡറിന്റെ സ്റ്റാറ്റസ് ഇതാണ്, അത് ട്രേസ് ചെയ്യുക. നമുക്ക് ഓർഡർ കൊടുത്തല്ലേ അതിന്റെ നില എത്രത്തോളാണ്, നമുക്കത് അവൈലബിൾ ആകുമോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാറായോ, അതിന്റെ നിലവിലത്തെ സ്റ്റാറ്റസ് എന്താണ്, അത് ട്രേസ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാറുള്ളത് അത് ആ കണ്ടല്ലോ അവിടെ പറഞ്ഞ ക്ലർക്കിന്റെ പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്, പർച്ചേസിംഗ് മാനേജർ, പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടി പറഞ്ഞു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. അത് മൂന്നും നിങ്ങൾ പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് സ്റ്റോക്ക് കൺട്രോൾ ഓർ ഇൻവെന്ററി കൺട്രോൾ. അപ്പൊ അത് ചോദിക്കാം കേട്ടോ. സ്റ്റോക്ക് കൺട്രോൾ പറയുന്ന മറ്റൊരു പേരെന്താ? ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ, ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ. Okay, then what, when, how much to order, how much to store, to make the purchasing and storage expense at minimum is called the inventory control. എന്ത് നമ്മൾ എപ്പോൾ സ്റ്റോർ ഓർഡർ ചെയ്യണം, നമുക്ക് അതുപോലെ തന്നെ ഹൗ മച്ച് ടു സ്റ്റോർ ആൻഡ് മേക്ക് പർച്ചേസിങ്, എത്രത്തോളം നമ്മൾ അത് സ്റ്റോർ ചെയ്യണം, എത്രത്തോളം പർച്ചേസ് ചെയ്യണം, സ്റ്റോറേജ് എക്സ്പെൻസ്, ഇതൊക്കെ മിനിമം ആക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റോറേജ് എക്സ്പെൻസ് അറ്റ് മിനിമം ഉണ്ടോ. ഇതൊക്കെ എന്താണ്? ആ ഒരു മിനിമം ആക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക. പർച്ചേസിംഗ് സ്റ്റോറേജ് എക്സ്പെൻസ് നമുക്ക് മിനിമം ആക്കുന്നതാണ് ഏത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. Purchasing and storage expense at minimum is called the inventory control. It is a device of management. Management in a device which is used to sustain an economic investment in material and products for the objects of obtaining a maximum financial return. It is a device of management. ഇത് മാനേജ്മെന്റിന്റെ ഒരു ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വിച്ച് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ. സസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്റ്റ്. മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്റ്റ് നമുക്ക് ഒരു സാമ്പത്തിക പരമാവധി നമുക്കൊരു സാമ്പത്തിക വരുമാനം നേടുക. പരമാവധി നമുക്ക് ഒരു സാമ്പത്തിക വരുമാനം നേടുക. അതെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് obtaining a maximum financial return. പരമാവധി സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിനായിട്ട് നമ്മൾ മെറ്റീരിയൽസിന്റെയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ സാമ്പത്തിക നിക്ഷേപം, സസ്റ്റെയിൻ ആൻഡ് എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ്, സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് ഡിവൈസ് ആണ് ഇത് ഈ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ് മാനേജ്മെന്റ്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന സസ്റ്റെയിൻ ആൻഡ് എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ്. എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്താൻ വേണ്ടി എന്തിന്റെ? മെറ്റീരിയൽസിന്റെയും പ്രൊഡക്ട്സിന്റെയും എന്ന എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനേജ്മെന്റിന്റെയോ ഒരു ഡിവൈസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. It is a device of management which is used to sustain an economic investment in materials and products. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? So, objectives of obtaining maximum financial return. പരമാവധി സാമ്പത്തിക വരുമാനം നമുക്ക് ലഭിക്കുക, പരമാവധി സാമ്പത്തിക വരുമാനം ലഭിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി
നമ്മുടെ മെറ്റീരിയൽസിന്റെയും പ്രോഡക്ട്സിന്റെയും സാമ്പത്തിക വരുമാനം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനേജ്മെന്റിന്റെ ഒരു ഡിവൈസ് ആണ് ഇത് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ടു സസ്റ്റൈൻ ആൻഡ് എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ വെച്ചിട്ട്. ഇനി അടുത്തതാണ് ഗോൾസ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗോൾസ് എന്താണ്? ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. Supplies available when needed to maintain constant operation. നമുക്ക് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ലഭ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസും എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് ദ സപ്ലൈസ്. അതാണ് ഇൻവെന്ററി കൺട്രോളിന്റെ ഗോള്, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈസ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് ദ സപ്ലൈസ് അവൈലബിൾ when needed to maintain constant operation. നിരന്തരമായ പ്രവർത്തനം അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുക? അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, എല്ലാ സപ്ലൈസും പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്താ? സ്റ്റോക്ക് ഗുഡ്സ് ത്രൂ റിഡക്ഷൻ ഓഫ് പർച്ചേസ്. റിഡക്ഷൻ കുറയ്ക്കുക, ഈ പർച്ചേസ് വാങ്ങൽ വഴി ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെ? വെൻ റിക്വയർഡ്, അവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. റിഡക്ഷൻ പർച്ചേസ് വഴി അല്ലെങ്കിൽ റിഡക്ഷൻ വഴി സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അടുത്ത നോക്കിയേ, റീറ്റെയിൻ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. സാധ്യമായ ഏറ്റവും കുറഞ്ഞ ലെവലില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തുക. എങ്ങനെ? അറ്റ് എ മിനിമം ലെവൽ പോസിബിൾ. സാധ്യമായ ഏറ്റവും കുറഞ്ഞ ആ ലെവലില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തുക. Then establish controls for a production and distribution of inventory. Establish ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക. Control for the production and distribution of inventory. സ്റ്റോക്കിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിനുള്ള നിയന്ത്രണങ്ങൾ സ്ഥാപിക്കുക. എല്ലാത്തിനും ഒരു കൺട്രോള്. Establish controls എന്തിനാ? For the production and the distribution. അത് ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, സ്ഥാപിക്കുക. നമുക്ക് തോന്നിയോളം ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു കൈയും കണക്കില്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അങ്ങനെയാവാൻ പാടില്ല. സ്റ്റോക്കിന്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക? ഒരു കൺട്രോൾ സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. ഇനി അടുത്തത് നോക്കിയേ, ഇതും ഒന്ന് വായിച്ചു വെച്ചാൽ മതി. If there is no inventory control, ഇനി ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിലോ there will be no liability. ഒരു liability എന്ന് പറഞ്ഞാൽ ബാധ്യത, ഒരു കടമ, ഒരു ബാധ്യതയോ കടമയോ ഒന്നും ഉണ്ടാവില്ല. Over stocking or under stocking of material, loss of material, etc. It releases lot of working capital. കൂടാതെ നമുക്ക് എന്താണ് ഓവർ സ്റ്റോക്കിംഗ്, അമിതമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത്, ഓർ അണ്ടർ സ്റ്റോക്കിംഗ്, സ്റ്റോക്കിന്റെ കീഴിലുള്ള സ്റ്റോക്ക്, അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ, ലോസ് ഓഫ് മെറ്റീരിയൽസിന്റെ നഷ്ടം, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമുക്ക് കൂടാതെ ആൻഡ് ഇറ്റ് റിലീസ് എ ലോട്ട് ഓഫ്, അത് കൂടാതെ എന്താണ്? ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നു, ധാരാളം പ്രവർത്തന മൂലധനം ഈ ഇൻവെന്ററി കൺട്രോളിലൂടെ നമുക്ക് ഉണ്ടാക്കുന്നു. ഇനി അവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത്, താഴത്തെ നോക്കിക്കോ, റിസർവ് സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബഫർ സ്റ്റോക്ക്. അതൊന്ന് നോട്ട് ചെയ്തേ. റിസർവ് സ്റ്റോക്ക് ഓർ ബഫർ സ്റ്റോക്ക്, ആ സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. If the stock kept to provide uncertainties in consuming rate or lead time of the material. മെറ്റീരിയൽസിന്റെ ഒരു ഉപയോഗത്തിനോ കൺസ്യൂമിങ് ഉപഭോഗത്തിനോ അല്ലെങ്കിൽ ലീഡ് ടൈം
നമുക്കറിയാം ഓർഡർ കൊടുത്തിട്ട് അത് നമുക്ക് എത്തുന്നത് വരെ എടുക്കുന്ന സമയമാണ് ലീഡ് ടൈം. അതിനൊക്കെയുള്ള ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം, അത് അനിശ്ചിതത്വം നൽകാൻ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇത് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. Dash is the stock kept to provide uncertainties in consuming rate of lead time of the material. ഇതാണ് റിസർവ് സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബഫർ സ്റ്റോക്ക്. ആ ഒരു സെന്റൻസ് ആ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്താൽ മതി. Pre-order level or pre-order point is the stock level of any item in economic order quantity terms that it can be disposed of so that the order can arrive in time to keep away from stock. ഇനി റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും സാമ്പത്തിക അളവിലുള്ള ഏതെങ്കിലും ഇനത്തിന്റെ സ്റ്റോക്ക് ലെവലാണ്. This is stock level of the item in economic order quantity. The terms that they can be disposed so that സ്റ്റോക്ക് ഔട്ട് ആകാതിരിക്കാനായിട്ട് അത് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ചെയ്യും. അതിനകത്ത് നിങ്ങൾ ആ പാരഗ്രാഫിൽ ആ റിസർവ് സ്റ്റോക്ക് എന്താണെന്നുള്ളത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി അതിന്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഓർഡർ ആണ്. റിസർവ് സ്റ്റോക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് രണ്ട് ക്വസ്റ്റ്യൻ അവിടെ നോക്കാം. റിസർവ് സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബഫർ സ്റ്റോക്ക്. ഇനി എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? റിസർവ് സ്റ്റോക്ക്, റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് അത് മറ്റു പേരാണ്. ഇതെന്ന് പറഞ്ഞത് ഈ സ്റ്റോക്ക് സ്റ്റോക്ക് ആണ്. എന്തിനു വേണ്ടിയാ? kept to provide the uncertainties. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം, അനിശ്ചിതത്വം നൽകാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്ക്. ഇതിന്റെ ഈ കൺസ്യൂമിങ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ വാങ്ങുന്നത്, ഉപഭോഗ നിരക്ക്, കൺസ്യൂമിങ് റേറ്റ്, ഉപഭോഗ നിരക്കിലോ ലീഡ് ടൈമിലോ എടുക്കുന്ന ഒരു അനിശ്ചിതത്വം നൽകാൻ വേണ്ടി. അതായത് നമ്മൾ ആ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഓർഡർ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ടൈമാണ്. അതിന്റെ ഒരു എന്താണ്, നമുക്ക് അത് കറക്റ്റ് സമയത്തേക്ക് നമുക്ക് അത് എത്തേണ്ടി വരാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ അനിശ്ചിതത്വം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ആണ്. ഏതിന്റെ? കൺസ്യൂമിംഗ് റേറ്റിലോ ലീഡ് ടൈമിലോ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ആണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. ഇതെല്ലാ എക്സാമിനും തന്നെ ചോദിക്കാറുണ്ട്. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് നോക്കിയേ, 3 തരത്തിലുള്ള ഓർഡർ സിസ്റ്റം നമ്മൾ പറയുന്നത്. നമ്മൾ ഏതൊക്കെയാണ് ഓർഡർ സിസ്റ്റം, ഓർഡർ കൊടുക്കുന്നത്? നമ്മൾ ഫസ്റ്റ് പറയുന്നതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഓർഡർ സിസ്റ്റം എന്നാണ് അത്. This system means the fixed interval order of a periodic review system. എങ്ങനെയാണ് ഇത് ഓർഡർ കൊടുക്കുന്നത്? ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ്. ഇതാണ് ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ് ഇത് ഓർഡർ കൊടുക്കുന്നത്. പീരിയോഡിക് റിവ്യൂ ഓഫ് സിസ്റ്റം, ആനുകാലിക, നമുക്ക് പീരിയോഡിക് ആയിട്ടുള്ള റിവ്യൂ ആണ്. ആനുകാലിക സംവിധാനത്തിന്റെ ഒരു നിശ്ചിതമായിട്ടുള്ള ഇന്റർവെല്ലിലാണ്, ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ് നമ്മൾ ഓർഡർ. എല്ലാ മാസത്തിലും 2 മാസം കൂടുമ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ആണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ഓഫ് എ പീരിയോഡിക് റിവ്യൂ, പീരിയോഡിക് ആയിട്ട് റിവ്യൂ അവലോകനം ചെയ്യുന്നു. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, രണ്ടാമത്തെയാണ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. ഏതാണ്? ദിസ് സിസ്റ്റം ഈസ് based on ordering fixed quantity at a different interval. കണ്ടോ, ഇതിന്റെ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്. എല്ലാ സമയത്തും നമ്മൾ ഓർഡർ കൊടുക്കുന്നത് എങ്ങനെയാ? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആണ്. എണ്ണം ഇപ്പൊ 50 എണ്ണം 100 എണ്ണം, ആ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്. പക്ഷെ എങ്ങനെയാണ്? ഡിഫറെന്റ് ഇന്റർവെൽസ്. ഈ ഓർഡർ കൊടുക്കുന്നത് ഡിഫറെന്റ് ഇന്റർവെൽ. ഇപ്പൊ നമ്മൾ ചിലപ്പോ 2 ആഴ്ച കൂടി ഓർഡർ കൊടുക്കാം, അത് കഴിഞ്ഞ് ചിലപ്പോ അടുത്ത 2 മാസം കൂടി ഓർഡർ കൊടുക്കാൻ മതി. ഇതാണ് ഇന്റർവെൽസ് ഡിഫറെന്റ് ആണ്. എന്നാൽ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിൽ എങ്ങനെയാ? ഫിക്സ്ഡ് ഇന്റർവെൽ ആണ്. കണ്ടോ, ആ വ്യത്യാസം മനസ്സിലായില്ലേ? ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ആണ്. ഇവിടെ എങ്ങനെയാണ്?
അവിടെ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി, പക്ഷെ ഓർഡർ കൊടുക്കുന്നത് എങ്ങനെയാ? ഡിഫറെന്റ് ഇന്റർവെൽ. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽ. അണ്ടർലൈൻ ചെയ്യണോട്ടെ ഇത്. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിൽ ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ആണ്. ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ. ഇനി അടുത്തതാണ് two-bean system. മൂന്നാമത്തെയാണ് two-bean system എന്ന് പറയുന്നത്. Two-bean system. When an item cannot be measured on the basis of any pre-agreed value or terms, the order will be placed on the basis of logical reasoning after inquiring the volume containing boxes. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രീ അഗ്രീഡ് വാല്യൂ ഓർ ടേംസ് നമ്മൾ എന്തെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള എന്തെങ്കിലും മൂല്യത്തിന്റെയോ അല്ലെങ്കിൽ നികുതിയുടെ അടിസ്ഥാനത്തില് നമുക്ക് ആ ഐറ്റംസ് മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോൾ, ഐറ്റംസ് കനോട്ട് ബി മെഷർഡ്, ഐറ്റംസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോൾ, പ്രീ അഗ്രീഡ് വാല്യൂ അല്ലെങ്കിൽ ടേംസ് അതിന്റെ ബേസില് നമുക്ക് ഐറ്റംസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ എങ്ങനെ ഓർഡർ കൊടുക്കും? ഓൺ ദ ബേസിസ് ഓഫ് ലോജിക്കൽ റീസണിങ്, യുക്തിപരമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തില്. Logical reasoning after inquiring the volume contained in the containing boxes. ആ ബോക്സിലുള്ളത് അടങ്ങിയിരിക്കുന്നുള്ളതിന്റെ വോളിയം അന്വേഷിച്ചതിന് ശേഷം നമ്മൾ ഒരു യുക്തിപരമായിട്ടുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ കൊടുക്കും. ഇത്ര അവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഒന്നും കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളത് എങ്ങനെയാ ചെയ്യുന്നത്? ആ ബോക്സിലുള്ള ആ വോളിയം അത് അന്വേഷിച്ച ശേഷം നമ്മൾ യുക്തിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ബേസിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നതാണ് two-bean സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ അവിടെ കൊടുത്തേണ്ട പാരീസ് ഗോസ്. പാരീസ് ഗോസ് എന്ന് പറഞ്ഞാൽ നെയ്തെടുത്ത പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലേ, അതാണ് കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഗോസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഗോസ് ഇതൊക്കെ എങ്ങനെയാണ് ഓർഡർ കൊടുക്കുന്നത്? ആ ബോക്സില് അടങ്ങിയിട്ടുള്ള വോളിയം അന്വേഷിക്കുന്നു. ആ ബോക്സിൽ എത്രത്തോളം വോളിയം ഉണ്ട് അത് അന്വേഷിച്ചതിന് ശേഷം ഒരു ലോജിക്കൽ യുക്തിപരമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തില് അതിനനുസരിച്ചാണ് ഓർഡർ കൊടുക്കുന്നത്. ഓർഡർ 3 പഠിച്ചു വെക്കണം. ഏതൊക്കെയാ? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, രണ്ടാമത്തെ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, മൂന്നാമത്തെ two-bean സിസ്റ്റം. സൈക്ലിക്കൽ എങ്ങനെയായിരുന്നു? ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ആണ്. നോക്കി വെച്ചാൽ മതി. ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ആണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അത് നിങ്ങൾക്ക് അറിയാം. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ് ഇന്റർവെല്ലിലാണെന്ന് മാത്രം. ഇനി മൂന്നാമത്തെ two-bean സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് അവിടെ നമുക്ക് ഐറ്റംസ് മെഷർ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ ബോക്സില് അടങ്ങിയിട്ടുള്ളതിന്റെ വോളിയം അന്വേഷിച്ചതിന് ശേഷം ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ചിന്തയുടെ ഓർഡർ കൊടുക്കും. ഓക്കെ, 3. ഇനി അടുത്തതാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. ഇവിടെ നിങ്ങള് മാത്രം പഠിച്ചു വെച്ചത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് ഏതൊക്കെയാണ്? പലതരത്തിലുള്ള സ്റ്റോറേജുകള് ഏതൊക്കെയാണ്? പലതരത്തിലുള്ള സ്റ്റോറേജ് എന്താണ്? ഫസ്റ്റ് ബൾക്ക് സ്റ്റോറേജ്. ബൾക്കായിട്ട് ഒരു കൂട്ടാരമായിട്ട് വലിയൊരു കൂട്ടമായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ബൾക്ക് സ്റ്റോറേജ്. ബൾക്ക് സ്റ്റോറേജ്. ഫോർ എക്സാമ്പിൾ നോക്കിയതാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഇനി അടുത്താണ് ഷെൽഫ് സ്റ്റോറേജ്. ഷെൽഫില് സ്റ്റോർ ചെയ്ത് മെറ്റീരിയൽസ് ഓരോന്നും ഷെൽഫിലായിട്ട് ഷെൽഫ് സ്റ്റോറേജ് ഉണ്ട്. ഇനി അടുത്തതാണ് ബിൻ സ്റ്റോറേജ്. ബിന്നില് സ്മോൾ ഓപ്പൺ ബിൻസില് സ്റ്റോർ ചെയ്യും. ചെറിയ ചെറിയ സാധനങ്ങളില്ലേ, നട്ട് ബോൾട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ക്രൂവ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ബിന്നിലാണ്. സ്മോൾ ഓപ്പൺ ബോക്സ് ആണ് ബിൻ എന്ന് പറയുന്നത്. ചെറിയ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരു ഇതിൽ വെക്കൂലേ, നട്ട് ബോൾട്ട് സ്ക്രൂസ് ഇതൊക്കെ ബിൻ സ്റ്റോർ. അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ അടുത്തതാണ് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്. ഫ്രിഡ്ജ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു പ്രത്യേക പരിസ്ഥിതിയിലല്ലേ ടെമ്പറേച്ചർ കുറവ്, അങ്ങനെ വേണം. പല സാധനങ്ങളും നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് ചിലപ്പോ എന്താണ്
നമുക്കത് ആ ഒരു കണ്ടീഷനിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, ഫ്രിഡ്ജ്, നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആ കോൾഡ് ടെമ്പറേച്ചറിൽ വെക്കും. അതാണ് അതിന്റെ യോജിച്ച ഒരു എൻവയോൺമെന്റ്, ഒരു പരിസ്ഥിതി അത് കൊടുക്കുകയാണ്. ഇൻസുലിൻ ശരിയാണ്. നമ്മൾ ഓപ്പണ് നമ്മളത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാക്കും. നമ്മുടെ ഫ്രിഡ്ജിൽ ആ ഒരു ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതാണ് ഇവാപറേറ്റ് ലിക്വിഡ് സ്റ്റോറേജ്, സ്പിരിറ്റ്. അടുത്ത് ഇവാപറേറ്റ് ചെയ്ത ഈ സ്പിരിറ്റ് ഒക്കെ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാല് അത് ഇവാപറേറ്റ് ചെയ്ത് പോകൂലേ. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ്സുകൾ, ഇവാപറേറ്റ് ലിക്വിഡ്സ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് തന്നെ സ്റ്റോർ ചെയ്യണം. എക്സാമ്പിൾ സ്പിരിറ്റ്. പിന്നെ അടുത്ത് നോക്കിയാൽ ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, മെർക്കുറി സിഡെക്സ്. മെർക്കുറി സിഡെക്സ് ഡിസിൻഫെക്റ്റന്റിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് കേട്ടോ, സിഡെക്സ് എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം ഫോർ ഹൈ ഡിസിൻഫെക്റ്റന്റ്. കീടനാശിനികളൊക്കെ ഇല്ലേ, അണുനാശിനികള്, ഡിസിൻഫെക്റ്റന്റ്, അതിന്റെ ഒരു നെയിമാണ്, ബ്രാൻഡ് നെയിമാണ് സിഡെക്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്, ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ സ്റ്റോറേജ്. അടുത്തതാണ് വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അസ്ഥിരമായ. ഈസി ഇവാപറേറ്റ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ എളുപ്പത്തിൽ ഇവാപറേറ്റ് ചെയ്യുന്നത്, അതാണ് വോളറ്റൈൽ. അസ്ഥിരമായ, സ്ഥിരമായിട്ടുള്ളതല്ല, സ്ഥിരമായ. ഇവിടെ നോർമൽ ടെമ്പറേച്ചറിൽ എളുപ്പത്തിൽ ബാഷ്പീകരിക്കുന്ന, ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് എല്ലാ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് പല തരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ട്. പേരുകൾ നോക്കിയിരിക്കണം. സ്റ്റോറേജ്, ഷെൽഫ് സ്റ്റോറേജ്, bin storage, technical environment storage, evaporative liquid storage, dangerous material storage, then volatile. പെട്ടെന്ന് നോക്കിയാൽ ഒരു പ്രാവശ്യം വായിച്ചേ വേഗം. ഓക്കെ, ജസ്റ്റ് പേര് മാത്രം ഒന്ന് വായിച്ചാൽ മതി. സ്റ്റോറേജ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അടുത്തത് ചോദിക്കാവുന്നതാണ് ടൈപ്പ് ഓഫ് സ്റ്റോറുകൾ. പലതരത്തിലുള്ള സ്റ്റോറുകൾ ഏതാണ്? ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള സ്റ്റോറുകൾ ഏതൊക്കെയാണ്? ഡ്രഗ് സ്റ്റോർ, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യില്ലേ, അതിന്റെ സ്റ്റോറുകൾ ഉണ്ട്, ഡ്രഗ് സ്റ്റോർസ് ഉണ്ട്. അടുത്തത് സർജിക്കൽ സ്റ്റോർസ്. അവിടെ ഇപ്പൊ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? സർജിക്കൽ സ്റ്റോറിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? സർജിക്കൽ ഐറ്റംസ്, സംഭവങ്ങളൊക്കെ അല്ലേ. സർജിക്കൽ സ്റ്റോറുകളുണ്ട്. അടുത്തതാണ് അനസ്തെറ്റിക് സ്റ്റോർസ്. അനസ്തെറ്റിക് സ്റ്റോർസ് ഉണ്ട്, അനസ്തെറ്റിക് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. കിച്ചൺ സ്റ്റോർസ് ഉണ്ട്, കിച്ചണിലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ട്. ലിനൻ സ്റ്റോർസ് ഉണ്ട്, തുണിത്തരങ്ങളൊക്കെ ലിനൻ സ്റ്റോർസ് ഉണ്ട്. അടുത്തതാണ് ജനറൽ സ്റ്റോർസ്, സ്റ്റേഷനറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ജനറൽ സ്റ്റോർസ് ഉണ്ട്. അപ്പൊ നോക്കുക, പേരുകൾ മാത്രം നോക്കിയാൽ മതി. ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോർ. സ്റ്റോറുകൾ ഏതൊക്കെയാണ്? സ്റ്റോറുകളാണ് ചോദിച്ചത് കേട്ടോ. ഡ്രഗ് സ്റ്റോർസ് ഉണ്ട്, സർജിക്കൽ സ്റ്റോർസ് ഉണ്ട്, അനസ്തെറ്റിക് സ്റ്റോർസ് ഉണ്ട്, കിച്ചൺ സ്റ്റോർസ് ഉണ്ട്, ലിനൻ സ്റ്റോർസ് ഉണ്ട്, ജനറൽ സ്റ്റോർസ് ഉണ്ട്. സ്റ്റോർ. ഓക്കെ, വായിച്ചു നോക്കിയ ഒരു പ്രാവശ്യം. പേര് മാത്രം നോക്കിയാൽ മതി. സ്റ്റോറേജ് നോക്കണം, പോയിന്റ് മാത്രം. ഇനി അടുത്തതാണ് സിറ്റുവേഷൻ ഓഫ് സ്റ്റോർസ്. സ്റ്റോറുകളുടെ സാഹചര്യം, സിറ്റുവേഷൻ എവിടെയാണ് എന്നുള്ളത്. The factors determining the location of the stores are. സ്റ്റോറുകളുടെ ലൊക്കേഷൻ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ്. ലൊക്കേഷൻ എന്നാണ് ടെക്സ്റ്റിൽ അങ്ങനെ നോക്കിയത്. ലൊക്കേഷൻ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ഓഫ് സ്റ്റോർസ് are. സ്റ്റോറുകളുടെ സാഹചര്യം നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? എവിടെയായിരിക്കണം സ്റ്റോറുകള്? ആ സ്റ്റോറിന്റെ ആ ലൊക്കേഷൻ, സ്റ്റോറുകളുടെ ലൊക്കേഷൻ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. ഓക്കെ, ക്ലോസർനെസ് ടു ദ യൂസർ.
ഒന്നാമത്തെയാണ് യൂസറുമായിട്ടുള്ള അടുപ്പം. അത് ഉപയോഗിക്കുന്നവരാണ് യൂസർ. അപ്പൊ ഓരോ സ്റ്റോറുകളും ഇപ്പൊ ലിനൻ സ്റ്റോർ ഏതിനോട് ചേർന്നായിരിക്കണം? എവിടെ ആയിരിക്കണം ലിനൻ സ്റ്റോറുകൾ വെക്കേണ്ടത്? ലോണ്ടറി ആൻഡ് ലിനൻ അതിനോട് ചേർന്നായിരിക്കണം. കിച്ചൺ സ്റ്റോറുകള് പഠിച്ചാലേ ഡയറ്ററിയോട് ചേർന്നായിരിക്കണം വെക്കാൻ. മനസ്സിലായോ? ക്ലോസർനെസ് ടു ദ യൂസർ. ആ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് യൂസർ. അപ്പൊ അതിനോട് ചേർന്നായിരിക്കണം ആ സ്റ്റോറുകൾ വെക്കാനായിട്ട്. സ്റ്റോറുകളുടെ ലൊക്കേഷൻ ആണ് പറയുന്നത്. സ്റ്റോറുകളുടെ ലൊക്കേഷൻ ആണ് അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നിർണ്ണയിക്കുന്നത്. ഒന്നാമത്തത് ക്ലോസർനെസ് ടു ദ യൂസർ. അതാണ് ഏറ്റവും ആദ്യത്തെ നോക്കേണ്ടത്. ഇപ്പൊ സർജിക്കൽ ഐറ്റംസ്, സർജിക്കൽ സ്റ്റോർസ് നമ്മൾ പറഞ്ഞു അത് എവിടെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കും അല്ലേ ബെറ്റർ? അത് ഇവിടെ തിയേറ്റർ, ഇവിടെ സർജിക്കൽ ഐറ്റംസ് വേറെ സ്ഥലത്ത്, അങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. യൂസറിനോട് ചേർന്നായിരിക്കും, യൂസറുമായിട്ടുള്ള അടുപ്പം. അടുത്തൊക്കെ ഫ്യൂച്ചർ ഗ്രോത്ത് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. ഇനി ഭാവിയിലേക്കുള്ള വളർച്ച അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യ നടപടികള്, അതും കൂടി നമ്മൾ നോക്കണം. ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്തും അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ, പല വൈവിധ്യപരമായിട്ടുള്ള നടപടിക്രമങ്ങള്. അടുത്തതാണ് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ്. വെഹിക്കിൾസിന്റെ അവൈലബിലിറ്റി നോക്കണം. വാഹനങ്ങളുടെ ലഭ്യത നോക്കണം. അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ വാഹനങ്ങൾ അങ്ങോട്ടൊക്കെ എത്താണോ, അതിന്റെ ഒരു ലഭ്യത നോക്കണം. അവൈലബിലിറ്റി നോക്കണം. അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ്, വെഹിക്കിൾസിന്റെ അവൈലബിലിറ്റി. അടുത്തതൊക്കെ പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്. പാർക്ക് ചെയ്യാൻ, ലോഡ് ചെയ്യാനുള്ള ഏരിയ അത് നോക്കണം. adequate turning space, മതിയായി തിരിയാനുള്ള ഒരു സ്ഥലം, ടേണിംഗ് സ്പേസ് വേണം. ഡേഞ്ചറസ് മെറ്റീരിയൽസ്, ഡേഞ്ചറസ് അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് അത് വെക്കുമ്പോൾ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളുടെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് ഇതുള്ള സംഭവങ്ങളിൽ വെക്കാൻ പാടില്ല. ഡേഞ്ചറസ് മെറ്റീരിയൽസ് അത് അതിൻ്റെതായ രീതിയിൽ തന്നെ കീപ്പ് വെക്കാം. അപ്പൊ അങ്ങനെയുള്ളത്. അടുത്താണ് സേഫ്റ്റി, സുരക്ഷ നോക്കണം. സ്റ്റാഫിന്റെ എല്ലാവരുടെയും പേഷ്യൻസിന്റെ എല്ലാവരുടെയും ആ സേഫ്റ്റി നോക്കണം. പിന്നെ അടുത്താണ് കത്തുന്നതാണോ പെട്ടെന്ന് തീപിടിക്കുന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി. അതൊക്കെയാണ് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ക്ലോസർനെസ് ടു ദ യൂസർ, യൂസറുമായിട്ടുള്ള അടുപ്പം നോക്കണം. ഭാവിയിലേക്കുള്ള വളർച്ച, വൈവിധ്യപരമായിട്ടുള്ള നടപടികള്, വെഹിക്കിൾസിന്റെ അവൈലബിലിറ്റി, ലഭ്യത, പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്, ടേണിംഗ് സ്പേസ്, മതിയായി തിരിയാനുള്ള സ്ഥലം, ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അടുത്തതാണ് സേഫ്റ്റി, അടുത്തത് ഇൻഫ്ലുവൻസബിൾ. ഓക്കെ, വായിച്ചു നോക്കിയ പെട്ടെന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് ഡോക്യുമെന്റ്സ് ഓഫ് റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. ഒരു സ്റ്റോർസില് നമ്മള് കീപ്പ് ചെയ്യേണ്ട, സൂക്ഷിക്കേണ്ട ഡോക്യുമെന്റുകള് അല്ലെങ്കിൽ റെക്കോർഡ്സ് ഏതൊക്കെയാണ് അതും ചോദിക്കാറുണ്ട്. ഇതിന്റെ അടുത്ത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. ഇതിനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഡോക്യുമെന്റ്സ് ഓഫ് റെക്കോർഡ്സ്. അതിന് മുന്നേ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫാക്ടേഴ്സ് അത് നോക്കണം. ടൈപ്പ് ഓഫ് സ്റ്റോറുകൾ ഏതൊക്കെയാണ് നോക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഏതാണ്. ടൈപ്സ് ഓഫ് ഓർഡർ സിസ്റ്റം, 3 ഓർഡർ സിസ്റ്റം, സൈക്ലിക്കില്, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി, 2 ബിറ്റ് സിസ്റ്റം, അതൊന്നും നോക്കണം. ഇതിന്റെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പറയുന്നത്, അതൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്തതാണ് ഡോക്യുമെന്റ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ. ഒരു സ്റ്റോറിൽ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെ അല്ലെങ്കിൽ റെക്കോർഡ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇനി ആ പേരുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾ എക്സാമിൽ
ആ ഏതൊക്കെ റെക്കോർഡ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് സ്റ്റോർസിൽ കീപ്പ് ചെയ്യുന്നത്. പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റത്തെയാണ് സ്റ്റോർ മാനുവൽ. നമുക്കെന്താണ് സ്റ്റോർ മാനുവൽ? അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ തന്നതാട്ടോ. മാർഗനിർദ്ദേശമാണ് ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കണം, എങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, മാർഗനിർദ്ദേശങ്ങൾ. അതാണ് സ്റ്റോർ മാനുവൽ എന്ന് പറയുന്നത്. സ്റ്റോർ മാനുവൽ ഒരു ഗൈഡ് ലൈൻ ആണത്. ഇതിനു വേണ്ടി നമ്മുടെ സ്റ്റാൻഡേർഡുകൾ നല്ല ഗുണനിലവാരം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ് കുറച്ച് ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളാണ് സ്റ്റോർ മാനുവൽ. അടുത്തതാണ് പർച്ചേസ് റിക്വസിഷൻ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പർച്ചേസ് റിക്വസിഷൻ, അടുത്താണ് പർച്ചേസ് പ്ലാന്, ദെൻ പർച്ചേസ് ഓർഡർ. 3 ഡോക്യുമെന്റ് റെക്കോർഡ്. പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് പ്ലാന്, ദെൻ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പർച്ചേസ് റിക്വസിഷൻ ആദ്യം ആർക്ക് കൊടുക്കും ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് അവിടെ. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യല്ല. പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് പ്ലാൻ, പർച്ചേസ് ഓർഡർ. അടുത്തതാണ് ഡെലിവറി ചെല്ലാൻ. ഡെലിവറി ചെല്ലാൻ. നെക്സ്റ്റ് ഡെലിവറി ചെല്ലാൻ. ഇപ്പൊ എന്താ നമ്മൾ ഡെലിവറി ചെയ്തതിന്റെ ആ ഒരു റെസിപ്റ്റോ ഈ അങ്ങനെ എന്തെങ്കിലും ഡെലിവറി നമ്മള് ബുക്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഔപചാരികമായിട്ടുള്ള രേഖയാണ് ഇത് ഈ ഡെലിവറി ചെല്ലാന്ന് പറയുന്നത്. പേര് നോക്കിയാൽ മതി. അടുത്തതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്സ്. ഗുഡ്സ് സാധനങ്ങൾ റിസീവ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ, അതിന്റെ ഡോക്യുമെന്റ്. സപ്ലയറിൽ നിന്ന് ലഭിച്ച സാധനങ്ങളില്ലേ, ആ സാധനങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്, അതുള്ള ഒരു റെക്കോർഡുകൾ വേണം. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തു, നമുക്കത് കിട്ടി. അപ്പൊ അതിൻ്റെതായ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഗുഡ്സ് റിസീവ്ഡ്. സ്വീകരിച്ച സാധനങ്ങൾ, സ്വീകരിച്ച റിട്ടേൺ ഗുഡ്സ് റിട്ടേൺഡ് നോട്ട്സ്. സാധനങ്ങൾ റിട്ടേൺ ചെയ്യുക. അതെന്താ വാങ്ങിയ ശേഷം നമ്മൾ അവർക്ക് തിരികെ കൊടുക്കൂലേ, അത് തിരികെ നൽകേണ്ട അങ്ങനെയുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസ് പ്രസ്താവിക്കുന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്തു, അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ട്, നമുക്ക് വന്നപ്പോ എന്തെങ്കിലും ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതലുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് മടക്കി കൊടുക്കണം. അതിന്റെ സാധനങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുള്ള നോട്ട്. മെറ്റീരിയൽസ് റിക്വസിഷൻ. ഇതാണ് മെറ്റീരിയൽ റിക്വസിഷൻ. ബിൽ കാർഡ്. നെക്സ്റ്റ് ആണ് ബിൽ കാർഡ്. ബിൽ കാർഡ് റെക്കോർഡ് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള രേഖകൾ തന്നെയാണ് ബിൽ കാർഡുകൾ. റെക്കോർഡ് സൂക്ഷിക്കാനുള്ള രേഖകൾ തന്നെയാണ് ബിൽ കാർഡ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോർസ് ലെഡ്ജർ. സ്റ്റോർസ് ലെഡ്ജർ അതായത് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടില്ലേ, ഒരു ഓർഗനൈസേഷനിലാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ അതുപോലെ പ്രൊഡക്ഷന്റെ ഇതൊക്കെ സപ്ലൈകളുടെ അതിന്റെ ഒരു മാനുവൽ, അതില് കംപ്ലീറ്റ് റെക്കോർഡാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. സ്റ്റോറുകളുടെ ലെഡ്ജർ, സ്റ്റോർസ് ലെഡ്ജർ. ഇനി അടുത്തതാണ് ലാസ്റ്റ് സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോക്ക് കാലഹരണപ്പെട്ടുപോയതില്ലേ, പെട്ടുപോയത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡിമാൻഡില്ലാത്ത അങ്ങനെയുള്ളതിന്റെയൊക്കെ സ്റ്റോക്ക് രജിസ്റ്റർ. അതാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകണ്ട. അവിടെ നമ്മള് ഈ സ്റ്റോറുകളിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് പേര് മാത്രം നോക്കിയാൽ മതി. സ്റ്റോർ മാനുവൽ ഉണ്ട്, പർച്ചേസ് റിക്വസിഷൻ ഉണ്ട്, പർച്ചേസ് പ്ലാൻ ഉണ്ട്, പർച്ചേസ് ഓർഡർ ഉണ്ട്, ഡെലിവറി ചെല്ലാന്, റിസീവ്ഡ് നോട്ട്സ്, റിട്ടേൺഡ് നോട്ട്സ്, മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്സ്, കാർഡുകള്, സ്റ്റോറേജ് ലെഡ്ജേഴ്സ് ആൻഡ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. വായിച്ചു വെച്ചേ. എക്സ്പയറി ആയിട്ടാണോ? അത് തന്നെ, എക്സ്പയറി ചെയ്ത് കഴിഞ്ഞത് പെട്ടുപോയത് നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളത് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലാത്ത ആ ഒരു ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള സംഭവത്തിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ, കാലഹരണ പെറ്റുപോയിട്ടുള്ള സംഭവങ്ങൾ, സാധനങ്ങൾ, അതിന്റെയൊക്കെ ഇത് ഒരു രജിസ്റ്റർ അത് നമ്മൾ അവിടെ കാണിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ പേരുകളൊന്നും ഒറ്റ പ്രാവശ്യം വായിച്ചു വെച്ചവിടെ. ഇനി അടുത്തതാണ് റെക്കോർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡുകൾ, സ്റ്റോറിൽ സൂക്ഷിക്കുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇനി സ്റ്റോർ വേരിയേഷൻ, എങ്ങനെ നമുക്ക് ഈ സ്റ്റോറിൽ വേരിയേഷൻസ് വരാം? നമ്മൾ ഓൾറെഡി സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോറിൽ എങ്ങനെയൊക്കെ വേരിയേഷൻ വരാം? ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്, തെറ്റായിട്ടുള്ള എൻട്രി മൂലം, അല്ലെ? അതിനോട് ബന്ധപ്പെടാത്ത ആളുകളൊക്കെ അവിടെ വന്ന് ഡിപ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം. തെറ്റായ പ്രവേശനം മൂലം സ്റ്റോർ വേരിയേഷൻ സംഭവിക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രി, തെറ്റായിട്ടുള്ള പ്രവേശനം മൂലം, തെറ്റായിട്ടുള്ള പ്രവേശനം മൂലം. അടുത്ത നോക്കിയേ, ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ, ഷോർട്ടേജ് മൂലം അല്ലെങ്കിൽ ഓവർ ഇഷ്യൂ, അധികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ ഒക്കെ ഷോർട്ടേജ് മൂലം സ്റ്റോറിൽ വേരിയേഷൻ സംഭവിക്കാം. റോങ് ബിൽ, തെറ്റായ ബില്ലുകളിൽ സൂക്ഷിക്കുന്നത് വഴി, തെറ്റായ ബില്ലുകളിൽ സൂക്ഷിക്കുന്നത് വഴി നമുക്ക് സ്റ്റോർസ് വേരിയേഷൻ സംഭവിക്കാം. നമ്മൾ ഇവാപറേറ്റ് ചെയ്യുന്ന പോലുള്ള ലിക്വിഡ്സ് അങ്ങനെയുള്ളതൊക്കെ അതേപോലെ നമ്മൾ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പൊ അത് സാധാരണ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇവാപറേറ്റ് ചെയ്ത് പോയി ആ സ്റ്റോർസിൽ സ്റ്റോർ ചെയ്യുന്ന ഇതിന്റെ വേരിയേഷൻസ് വരാം. തെറ്റായ ബില്ലുകളില് സൂക്ഷിക്കുന്നത് വഴി. അടുത്തതാണ് പിൽഫറേജ്, എന്താ? മോഷണം, മോഷണം വഴി. അടുത്തത് വീണ്ടും അത് പറഞ്ഞിട്ടുണ്ട്, ഇവാപറേഷൻ ആൻഡ് വേസ്റ്റ്, ഇവാപറേറ്റ് ചെയ്ത് പോകാം അല്ലെങ്കിൽ വേസ്റ്റേജ് ആയി പോകാം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് സ്റ്റോർ വേരിയേഷൻസ് സംഭവിക്കാം. അത് നോട്ട് ചെയ്തിട്ട്, സ്റ്റോർ വേരിയേഷൻ, സ്റ്റോർ വേരിയേഷൻ എന്തുകൊണ്ടൊക്കെ വരാം? തെറ്റായിട്ടുള്ള പ്രവേശനം മൂലം, ഷോർട്ടേജ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഇഷ്യൂസ് മൂലം, പ്രശ്നങ്ങൾ മൂലം, തെറ്റായ ബില്ലുകളിൽ സൂക്ഷിക്കുന്നത് മൂലം, പിൽഫറേജ് മോഷണം വഴി പോകാം, ഇവാപറേഷൻ ഇവാപറേറ്റ് ചെയ്ത് പോകാം, അടുത്തത് വേസ്റ്റേജ് ആവാം, വേസ്റ്റ് ആയി പോകാം. ഇനി അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, പിൽഫറേജ് ആണ്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണമാണ്. ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ. എന്താണ് മോർക്കിന് പറയുന്നത്? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞ കാര്യങ്ങൾ മോഷ്ടിക്കുന്നത്, വാല്യൂ കുറഞ്ഞ, മൂല്യം കുറഞ്ഞ സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനാണ്, അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്തുക്കള് മോഷ്ടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പിൽഫറേജ് എന്ന് പറയുന്നത്. ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ, വില കുറഞ്ഞ കാര്യങ്ങള് മോഷ്ടിക്കുന്നതിന്റെ പ്രവൃത്തി, അതാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. പിൽഫറേജ് മോഷണം, പിൽഫറേജ്. ഇനി അടുത്തതാണ് ഈ ഒരു 5 പോയിന്റ് ഉള്ളൂ, ജസ്റ്റ് അത് എന്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോക്കിയേ, സ്റ്റോക്ക് വേരിഫിക്കേഷൻ. ഇനി സ്റ്റോക്ക് വേരിഫിക്കേഷന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക, അത് പരിശോധിക്കുക. സ്റ്റോക്ക് പരിശോധിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒന്നാമത്തെ എന്താ? അക്കൗണ്ടബിലിറ്റി. സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത് അത് ഉത്തരവാദിത്വമാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്വം, ഉത്തരവാദിത്വം. ആക്യുറസി, ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യത, കൃത്യത പരിശോധിക്കാൻ. ആക്യുറസി, കൃത്യത. അക്കൗണ്ടബിലിറ്റി എന്താണ്? ഉത്തരവാദിത്വം. അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം. ആക്യുറസി, ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത. അടുത്ത് നോക്കിയേ, ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്. തെഫ്റ്റ്, മോഷണം, അതുപോലെ തന്നെ ചെറിയ മോഷ്ടിക്കുന്നത്, ഇതൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒബ്സർവ് ചെയ്യാൻ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തും. ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്. അടുത്തതാണ് എക്സാമിനിങ് ഓഫ് സിസ്റ്റം. സിസ്റ്റത്തെ എക്സാമിൻ ചെയ്യാൻ, പരിശോധിക്കാൻ. എക്സാമിനിങ് ഓഫ് സിസ്റ്റം, സിസ്റ്റം പരിശോധിക്കാൻ.
Then review of safety, സുരക്ഷയുടെ അവലോകനം, സുരക്ഷയുടെ review of safety, review, സുരക്ഷയുടെ അവലോകനം. ഈ കാര്യങ്ങൾക്കൊക്കെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തും. അത് ഇമ്പോർട്ടന്റ് ആണ്. 5 പോയിന്റ്സ് തന്നെ നോക്കി വെക്കാം. എന്തിനൊക്കെയാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത്? അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ? അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട്, then accuracy, കൃത്യത നോക്കാനായിട്ട്, തെഫ്റ്റ് പിൻഫറേജ് ഒക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സിസ്റ്റത്തെ എക്സാമിൻ ചെയ്യുന്നതിന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സാമിനിങ് ഓഫ് സിസ്റ്റം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, then അടുത്തതാണ് റിവ്യൂ ഓഫ് സേഫ്റ്റി, സേഫ്റ്റിയുടെ അവലോകനം. അത്രയാണ് സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കണം. ഇന്ന് പഠിച്ചതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് നിങ്ങൾ പോയിന്റ്സ് വായിച്ചു വെക്കാം. 3 എണ്ണം അങ്ങനെ വായിച്ചു വെക്കാം. ഇവിടെ നമ്മൾ ആ സെക്കൻഡ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്ക് കൺട്രോൾ എന്നുള്ളതില്ലേ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതിയാകും. പിന്നെ ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോള്, അതിനകത്ത് നമ്മൾ ആ റിസർവ് സ്റ്റോക്ക് എന്താണ്, ആ ഒരു സെന്റൻസ് മാത്രം ആ പാരഗ്രാഫിൽ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക, റിസർവ് സ്റ്റോക്ക്. പിന്നെ നമ്മള് കൈൻഡ്സ് ഓഫ് ഓർഡർ ആണ് 3 എണ്ണം പറഞ്ഞു. 3ന്റെ പേരുകൾ നോക്കാം, എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജുകളാണ് പറഞ്ഞത്, അത് പഠിക്കണം. ഏതൊക്കെയാണ് പലതരത്തിലുള്ള സ്റ്റോറേജുകൾ, എങ്ങനെയൊക്കെയാണ് ബൾക്കായിട്ട് സ്റ്റോറേജ് ചെയ്യാം, ഷെൽഫ് സ്റ്റോറേജ്, അത് 7 എണ്ണം നോക്കാം. പിന്നെ അടുത്താണ് ടൈപ്പ് ഓഫ് സ്റ്റോറുകൾ, ഏതൊക്കെ സ്റ്റോറുകളാണ് ഹോസ്പിറ്റലിലുള്ളത്, അതും 6 എണ്ണത്തിന്റെ പേരും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്, അത് ഒന്ന് വായിച്ചു വയ്ക്കാം. പിന്നെ അടുത്തതാണ് ഡോക്യുമെന്റ്സ് ഓഫ് റെക്കോർഡ്സ്, അത് അങ്ങനെ തന്നെ പഠിക്കണം. ഏതൊക്കെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്നതിനുള്ളത് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ് സ്റ്റോർ വേരിയേഷൻ എന്താന്ന് പറഞ്ഞു. അവിടെ പ്രിഫറേജ് എന്താണ് അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ആന്റോസ്റ്റേറ്റിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. Then അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. 5 പോയിന്റ് ആണ്. Accountability, accuracy, observing of theft and pilferage, examining of system, review of safety. Clear ആണ് ഇത്രയും കാര്യങ്ങള്. ഇന്നൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇന്നെ വായിച്ചു വെക്കാം. ഒരുപാട് വലിയ കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞത്, കുഞ്ഞു പോയിന്റ്സാ. അപ്പൊ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി, എളുപ്പമുണ്ട്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്. ഓക്കെ, താങ്ക് യു.